വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 417, അതായത് ഇന്നിറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോൻ്റെ ആദ്യത്തെ സീനിൽ കാണിക്കുന്നത് നീലു കേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ബാലുവിൻ്റെ റൂമിൽ വെച്ചാണ് ബാലു അവിടെ ഇരിപ്പുണ്ട്. അതിൽ നീലു കേശുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലു കൺഫ്യൂസ് ആയിട്ട് അപ്പോൾ എന്തിനാണ് അത് ചോദിക്കുന്നത്, എന്തിനാണ് അത് ചോദിക്കുന്നത് എന്ന രീതിക്ക് ബാലു കൺഫ്യൂസ്ഡ് ആയിട്ട് നീലുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നീലു കുറച്ച് ഫോഴ്സ്ഫുള്ളായിട്ട് തല്ലാൻ പോകുന്നത് പോലെ കേശുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കേശു പേടിച്ച് എൻ്റെ മൊട്ട പാലു എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ബാലു ഇതിൻ്റെ ഇത് കേട്ടിട്ട് ഷോക്കാവുന്നുണ്ട്, മൊട്ട പാലുവോ എന്ന രീതിക്ക്. അപ്പോൾ നീലു കാര്യം പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ അച്ഛൻ മുട്ടപ്പാൽ വേണമെന്ന പേരിൽ പോയിട്ട് ഒരു കൊച്ചിനെ തല്ലിയിട്ട് വന്നിരിക്കുകയാണ് എന്ന രീതിക്ക് കേശുവിനെ കാണിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീന് ഒരാൾ പാറമട വീട്ടിൽ, അതായത് ആ വീടിൻ്റെ ഫ്രണ്ടിൽ ആ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് സ്കെച്ച് ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലച്ചുവും ദിയും ഇത് കണ്ടിട്ട് ലച്ചു പറയുന്നുണ്ട്, ഇനി അച്ഛനെയും കേശുവിനെയും സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്നതാണോ എന്ന രീതിക്ക്. അതിൻ്റെ അടുത്ത സീന് നീലു ബാലുവിൻ്റെ അടുത്ത് ആ കേശുവിൻ്റെ വിഷയം പറയുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതിൽ നീലു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പേരിൽ വീട്ടിലുള്ള എല്ലാവരെയും തല്ലുമെന്നാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അവർ എന്ന രീതിക്ക്. കേശു തല്ലി അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞത് പോയ ആ ഡയലോഗ് നീലു ബാലുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത സീന് അടുക്കളയിൽ വെച്ചിട്ട് ദിയ നീലുവിനോട് ചോദിക്കുന്നുണ്ട്, ബാലു അച്ഛൻ എന്ത് ചെയ്യുന്ന രീതിക്ക്. അപ്പോൾ അടുത്ത സീന് ശങ്കരനെ ആൻസർ പറയുന്ന പോലെ കാണിക്കുന്നത്. ശങ്കരനൻ പറയുന്നുണ്ട്, കേശുവിന് എന്തെങ്കിലും പറ്റിയാൽ മുട്ടപ്പാല് ചോദിക്കാൻ പോകും എന്ന രീതിക്ക് ശങ്കരനും പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീന് ബാലുവിനെ ഉപദേശിക്കുന്ന പോലെയാണ്, നീലു ഉപദേശിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതായത് വീടിൻ്റെ പുറത്ത് നിന്നിട്ട് ബാലു പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ നീലു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് ദിവസത്തിന് 2-3 ദിവസത്തിന് പുറത്തിറങ്ങേണ്ട, അകത്തേക്ക് ഇരിക്കുക, അവരടിക്കാൻ വരുന്ന രീതിക്കാണ് എന്ന രീതിക്ക് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ബാലു അത് തലയിൽ കയറ്റാതെ ബാലു പറയുന്നുണ്ട്, തല്ല് വാങ്ങുന്നതും കൊടുക്കുന്നതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന രീതിക്ക് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് ബാലു പുറത്തു പോകുന്നുണ്ട്. അതിനുശേഷം നീലു ബാക്കി എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, കേശുവിനെ പുറത്തേക്ക് വിടല്ലേട്ടാ എന്ന രീതിക്ക്. എന്നിട്ട് പാറുവിനെ കാവിലിരുത്തിയിട്ട് ഇവർ കേശുവിനെ നോക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേശു ഇറങ്ങി ഓടിയിട്ടുണ്ടാവും. അപ്പോൾ പാറുക്കുട്ടി നിലവിളിക്കുന്ന പോലെയാണ് അടുത്ത സീൻ കാണിക്കുന്നത്. കേശു ചേട്ടൻ ഇറങ്ങി ഓടി എന്ന രീതിക്ക് പാറു പറയുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിൽ കേശു നിലവിളിച്ചിട്ട് ഓടിക്കൊണ്ട് പാറമയുടെ വീട്ടിനകത്തേക്ക് കയറി വരുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കേശുവിൻ്റെ ഈ വരവ് കണ്ട് പേടിച്ചിട്ട് നീലുവൊക്കെ എന്തടാ എന്ന രീതിക്ക് ടെൻഷനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സീൻ കാണിക്കുന്നത് ബാലു റോട്ടിൽ കിടന്നിട്ട് വേറെ ആരോടുകൂടി അടി ഉണ്ടാക്കുന്നത് പോലെ, അതായത് ഈ കേശിൻ്റെ ഈ ഒരു വിഷയത്തെ ചൊല്ലി വേറെ ആരുടെയും കൂടെ അടി ഉണ്ടാക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. നീലുവും ബാക്കി എല്ലാവരും പിന്നിൽ ഓടിച്ചെല്ലുന്നുണ്ട്. അതോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കേശു മൊട്ടബാലുവിൻ്റെ, അതായത് ബാലു ഇപ്പോൾ മുട്ടയടിച്ചിരിക്കുകയാണെന്ന് അറിയാം, ഈ മൊട്ടബാലുവിൻ്റെ മകനാണ് എന്ന രീതിക്ക് പുറത്തു പോയിട്ട് വലിയ സീനൊക്കെ വിട്ടിട്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ട്. ഒരു കൊച്ചിനിട്ട് തല്ലിയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവൻ തിരിച്ചു തല്ലാൻ വേണ്ടിയിട്ട് ആളൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് വീട്ടിലുള്ള എല്ലാവരെയും തല്ലുമെന്ന് പറഞ്ഞിട്ട് കേശുവിന് വീട്ടിൽ ഹൗസ് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നീലു എല്ലാവരും. എന്നിട്ട് ബാലു ഇത് കേട്ടതേക്കാതെ പുറത്ത് പോകാൻ ബാലുവിനിട്ട് ഒരാളെ ആക്രമിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വെറും ഒരു ഗുണ്ടായിസം എന്ന് പറഞ്ഞൊരു എപ്പിസോഡായിട്ടാണ് ഈ ഒരു പ്രോമോ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു എപ്പിസോഡ് നമുക്ക് എവിടെയും തന്നെ ഹൈമതി റാംകുമാർ എന്ന് കാണാൻ സാധിച്ചില്ല. അവർ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലുണ്ടായിരുന്നില്ല, അതായത് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലും അവരുണ്ടായിരുന്നില്ല. മാത്രമല്ല ഭവാനിയമ്മയും ഗരുഡനും ഈ ഒരു എപ്പിസോഡിലുണ്ട്. പക്ഷേ കുട്ടമ്പിള്ള എന്നൊരു ക്യാരക്ടർ ക്രിസ്മസ് എപ്പിസോഡിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എപ്പിസോഡിന് പ്രോമോയിൽ എവിടെ നിന്ന് നമ്മൾ കാണാൻ സാധിച്ചില്ല. അതിൽ പ്രോമോ കണ്ടിട്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട്, അതായത് ഈ ഒരു നോർമൽ ഫാമിലി സ്റ്റോറി മാത്രമല്ല, അത് കുറച്ച് അടിയും പിടിയൊക്കെയുള്ള ഒരു എപ്പിസോഡായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.